ഹിറ ഗുഹയിൽ നിന്നും ആദ്യ വഹി ലഭിച്ച ശേഷം തിരിച്ചെത്തിയ പ്രവാചകരോട് പത്നി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തിരുദൂതരെ, അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങ് അഗതികൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്, നന്മ ചെയ്യുന്നവരാണ്, പാവപ്പെട്ട ജനങ്ങളുടെ ഭാരം ചുമക്കുന്നവരാണ്. അങ്ങേ അള്ളാഹു പ്രയാസപ്പെടുത്തില്ല എന്ന്. ഖദീജ ബീവിയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു പ്രവാചകരുടെ ജീവിതം. നേതാവായി മുന്നിൽ നിന്ന് നയിച്ചപ്പോഴും സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള എല്ലാ വിഭാഗങ്ങളെയും നബിതങ്ങൾ ചേർത്ത് പിടിച്ചു. ദരിദ്രർ, അനാഥർ, യുദ്ധത്തടവുകാർ, മതന്യൂനപക്ഷങ്ങൾ ഇവരെയെല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടായിരുന്നു നബിതങ്ങൾ മുന്നോട്ട് പോയത്. പ്രവാചകരുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും പരിശോധിക്കുമ്പോഴും ഇവ എത്രത്തോളം വാസ്തവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിലെത്തിയ ശേഷം നബിതങ്ങൾ രൂപീകരിച്ച ഭരണഘടനയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ അവകാശങ്ങൾ പറഞ്ഞു വച്ചിരുന്നു. ഖണ്ഡിക 3 മദീനയിലെ ജനങ്ങളെയെല്ലാം നബിതങ്ങൾ പൗരന്മാരായി പ്രഖ്യാപിച്ചു. മത, വർണ്ണ, വർഗ, ഗോത്ര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും മദീനയിലെ പൗരന്മാരായിരിക്കുമെന്ന വലിയ പ്രഖ്യാപനമായിരുന്നു നബിതങ്ങൾ നടത്തിയത്. മാത്രമല്ല, ഖണ്ഡിക 25 മദീനയിലെ മുഴുവൻ മതങ്ങൾക്കും മതസ്വാതന്ത്ര്യം നൽകി. അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും എല്ലാവിധ സ്വാതന്ത്ര്യവും നബിതങ്ങൾക്കുണ്ടായിരുന്നിട്ടും മുഴുവൻ മതങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശം നൽകുകയായിരുന്നു പ്രവാചകർ ചെയ്തത്. ചാർട്ടറിലെ തന്നെ ഖണ്ഡിക 12 അടിമകളുടെ അവകാശത്തെക്കുറിച്ച് എടുത്തു സംസാരിക്കുന്നുണ്ട്. അടിമകളോട് നന്മയോടുകൂടി പെരുമാറാനും അവരെ മോചിപ്പിക്കാനും നബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മിക്കയിടങ്ങളിലും പ്രായശ്ചിത്തമായി കണക്കാക്കുന്നത് അടിമകളെ മോചിപ്പിക്കുക എന്നതാണ്. അഥവാ അടിമകളെ മോചിപ്പിക്കാൻ പ്രവാചകർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് ചുരുക്കം. മാത്രമല്ല, നബിതങ്ങളുടെ സഹചാരിയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോ വംശജനും അടിമയുമായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സമാന നിലപാട് തന്നെയായിരുന്നു യുദ്ധത്തടവുകാരോടും സ്വീകരിച്ചത്. ഒരു വേളയിൽ പോലും അവരെ കൊലപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ അവരെ ആക്രമിക്കാനോ പ്രവാചകർ ശ്രമിച്ചില്ല. മാത്രമല്ല, ബദർ യുദ്ധാനന്തരം പിടിക്കപ്പെട്ട തടവുകാരെ മദീനവാസികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകാനായി അധ്യാപകരായി നിയമിക്കുക വരെ ചെയ്തു. അഥവാ ഇവരെ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാട്ടുകയായിരുന്നു പ്രവാചകർ. സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള അഗതികളെയും അനാഥകളെയും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു നബിതങ്ങൾ മുന്നോട്ട് പോയത്. തൻ്റെ ചുറ്റുവട്ടത്തുമുള്ള കുലീനരായ ആളുകളോട് ദരിദ്രരായ ആളുകളെ ചേർത്ത് പിടിക്കാൻ നബിതങ്ങൾ ആഹ്വാനം ചെയ്തു. സ്വയം ലളിത ജീവിതം നയിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഉന്നതിയായിരുന്നു പ്രവാചകർ മുന്നിൽ കണ്ടത്. മദീനയിലെ അഹ്ലു സുഫയിലെ മിക്ക വിദ്യാർത്ഥികളും സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ളവരായിരുന്നു. അവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും പകർന്നു നൽകി നബിതങ്ങൾ അവരെ ഉന്നതിയിലേക്ക് എത്തിച്ചു. സ്ത്രീകളോട് Assalamu alaikum wa rahmatullahi wa barakatuh. Respected chair, honorable judges, and my dear friends, dignitaries, honor of the dais. In this auspicious occasion of Esperanza 2K24, I have glad pleasure and privilege to be here with you. Come to the point. In this video says that a lesson from the messenger, from the sustainer, Muhammad Rasulullah sallallahu alaihi wasallam. The messenger, when he got enlightenment from the God, he returned to his wife known as Khadija radiallahu anha. Khadija radiallahu anhu said to him, don't worry, the God, the Lord never mess you, because you are helping the poor peoples and you are also connecting humankind with labors and rescue the peoples from enemies. And the Prophet Muhammad sallallahu alaihi wasallam, his life shows
the integrity and helping the poor peoples. He influenced for helping the poor peoples by his life. When he returning from the Badr, the Quraysh, means Quraysh soldiers were arrested by Muhammad sallallahu alaihi wasallam's companions, and also he nominated the teachers to teach the lesson for them, because he was thinking that how to use the peoples for the right path. And also the Prophet Muhammad sallallahu alaihi wasallam teached the world, which was known as Islamic culture. In this Islamic culture, if we are check, we can see how to embarrass the sins. The Islamic culture says that rescue the poor peoples from the poverty and help the others. This is the life of Muhammad sallallahu alaihi wasallam was teached to our religion. His preachers was like his life. This video says the model of life of Muhammad sallallahu alaihi wasallam. I wish to conclude here. Wa akhiru da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh.